ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും ഏറ്റവും വലിയ സങ്കടവും സഹനവും സഹിക്കുന്ന മനുഷ്യർ നമ്മളാണെന്ന്. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. നമ്മളെക്കാട്ടിലും പ്രതിസന്ധികളിലും ഭാരങ്ങളിലുമുള്ള ദുഃഖങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:2 പറയുന്നു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. ആർക്കും സഹനങ്ങൾ വരുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങളാണ്, പ്രതിസന്ധികളാണ് നമ്മളെ കൂടുതൽ വിശ്വാസത്തിലേക്കും സ്ഥിരമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്കും നമ്മളെ നയിക്കുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മുന്നോട്ട് വളരുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും അത് സന്തോഷത്തോട് സഹിക്കുന്ന മനുഷ്യനാണ് വിശ്വാസത്തിലും അതുപോലെ തന്നെ ജീവിതത്തിൽ വിശുദ്ധിയിലും മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ വചനത്താൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ സങ്കടങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളുമൊക്കെയും കടന്നു വരുമ്പോൾ ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് സന്തോഷത്തോടെ സഹനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കാം. അതിനുള്ള ശക്തി കർത്താവ് തീർച്ചയായും തരും. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.